ഈ സ്ഥാനാർത്ഥികൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളെക്കാൾ നന്നായി ചിരിക്കും അല്ലേ? ബന്ധുക്കളൊന്നും ചിരിച്ചോണമെന്നില്ല. സ്ഥാനാർത്ഥികൾ വീട്ടിൽ വരുമ്പോൾ നല്ല പുഞ്ചിരി, പാൽ പുഞ്ചിരിയാണ്, വല്ലാതെ സ്നേഹമാണ്. നമ്മുടെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ തലോടും, ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും ആലിംഗനം ചെയ്യും, ഒരു കുഴപ്പമില്ല. എന്താണ് അതിന്റെ അർത്ഥം? അത് അയാൾക്ക് നമ്മളുള്ള സ്നേഹമാണോ, പ്രേമമാണോ? അല്ല, അത് ലോഭമാണ്. അയാൾക്ക് ജയിക്കണം, അതിന് നിങ്ങളുടെ വോട്ട് ആവശ്യമാണ്. അപ്പൊ അയാൾ പതിവിലും നന്നായിട്ടും മികച്ചതായിട്ട് പെരുമാറാനും സ്നേഹത്തോടെ ചിരിക്കാനും ഒക്കെ നോക്കും. അപ്പൊ ഈ കാപട്യം നിറഞ്ഞ ലോകത്തിലെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനമാണ് മഹാക്ഷേത്രങ്ങളിലെ ഭക്തന്മാർക്കുള്ളത്. അവർ ചെല്ലുന്നു, ആവശ്യം അറിയിക്കുന്നു, കൃഷ്ണാന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. ഇതിൽ നമ്മൾ വീണുപോയി വോട്ട് ചെയ്താലും കൃഷ്ണൻ വോട്ട് ചെയ്യില്ല. കാരണം ശ്രീകൃഷ്ണൻ സർവജ്ഞനാണ്, ഈശ്വരാവതാരമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഇംഗിതം ഭഗവാൻ അറിയാം. അപ്പൊ എന്ത് നമ്മൾ ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ദിവസേന ഒരല്പസമയം ഒന്നിനും വേണ്ടി അല്ലാതെ, ഒരാവശ്യമില്ലാതെ തന്നെ നാമം ജപിക്കാൻ മാറ്റിവെക്കണം. അതിനാണ് മാർക്ക്. മറ്റൊക്കെ ചുമ്മാതാണ്, മറ്റൊക്കെ ഭഗവാൻ അറിയാമോ? പിന്നീട് നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, നിന്റെ ചിരിയൊക്കെ എനിക്ക് മനസ്സിലായത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉടനെ അത് നടത്തിത്തരാൻ നമ്മൾ ഓർഡറിലെയോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായോ ഒന്നും അല്ലല്ലോ. നമ്മൾ ഭഗവാൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അപ്പൊ നമ്മൾ ഭഗവാന് വേണ്ടി 1 മണിക്കൂറെങ്കിലും ദിവസവും നിസ്വാർത്ഥമായി നാമം ജപിക്കുന്നവരുണ്ടെങ്കിൽ, ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ സുന്ദരകാന്ഡമോ, ഇനി ഇതൊന്നുമില്ല, പഴയ ജ്ഞാനപ്പാനയോ ഹരിനാമ കീർത്തനമോ, ഇനി ഇതൊന്നും ചൊല്ലാൻ അറിയില്ലേ? പണ്ട് നമ്മൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ, ഇങ്ങനെയും ജപിക്കാം. നിസ്വാർത്ഥമായി ഭഗവാന് വേണ്ടി 1 മണിക്കൂറെങ്കിലും ചെലവിടാത്ത ഹിന്ദു റേഷൻ കാർഡ് ഹിന്ദുവാണ്, SSLC ബുക്കിൽ ഹിന്ദുവാണ്, അവനെ കൊണ്ട് യാതൊരു ഗുണവും ഈ ധർമ്മത്തിനില്ല.